ഓടി വാ ചക്കരേ. അച്ഛനെ ഒരു സ്ഥലത്ത് പോയണം. ഒക്കെ ഉണ്ടോ അച്ഛനെ? സാധനം ഇറക്കട്ടെ, സാധനം ഇറക്കട്ടെ പ്ലീസ്. സിദ്ധു, ഇതെന്തോ ചാക്കിട്ടൊക്കെ ആയിട്ട്? ഓ എന്റെ അമ്മായി ഒന്നും പറയണ്ട, എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയതാ. നീ പറവൂർ പോണെന്നല്ലേ പറഞ്ഞത്? അതെ, പറവൂരുള്ള ഫ്രണ്ട്. അവന്റെ അടുത്തേ കുറച്ച് കാശ് ഞാൻ കുറച്ച് നാക്കുമ്പോ കടം കൊടുത്തിരുന്നു, ഒരു 19,000 രൂപ. വിളിച്ചാ ഇപ്പൊ ഫോൺ എടുക്കൊന്നുമില്ല, ഒന്നുമില്ല. നേരിട്ട് പോയി ചോദിച്ചു, അപ്പൊ ദാരിദ്ര്യം പറിച്ചത്. ഞാൻ അവനോട് പറഞ്ഞു, മിനിമം ഫോൺ വിളിച്ചാലെങ്കിലും ഫോൺ എടുക്കാനുള്ള മര്യാദ കാണിക്കണം. എന്തായി പോയിട്ട്? പൈസ കിട്ടിയോ? പൈസ കിട്ടിയില്ല, അടുത്ത മാസം തരാന്ന് പറഞ്ഞു. അടുത്ത മാസം? എന്താ ചാക്കില്? ആ ചാക്കിന്റെ കഥ. കാശ് തരാനുള്ള ഫ്രണ്ടിനെ കണ്ടിട്ട് പറവൂർ ജംഗ്ഷനിൽ വന്നപ്പോഴേക്കും ഞാൻ എന്റെ പഴയ ഒരു ബഡിനെ കണ്ടു. അവൻ അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തുക. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് കേറിട്ട് പോടാന്ന്. അപ്പൊ കേറുമ്പോ വെറും കയ്യിൽ ഒന്നും വാങ്ങിക്കാതെ ഇറങ്ങുന്ന മോശമല്ലേന്ന് ഓർത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ആ ചെറുപയർ, മല്ലിപ്പൊടി, മുളക് പൊടി, പരിപ്പ്, പിന്നെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങൾ. അയ്യോ, ഈ വക സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഉണ്ടായിരുന്നല്ലോ. അതിനിപ്പോ എന്താ, അത് കഴിയുമ്പോ ഇതെടുക്കാമല്ലോ. സിദ്ധുവെ, 10-15 ദിവസത്തേക്കുള്ള സാധനം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല അമ്മായി, 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാമല്ലോ. ചിന്തിക്ക്. അതെ, ഞാനേ പായസത്തിന്റെ കൂട്ട് മേടിച്ചിട്ടുണ്ട്. നമുക്ക് കനകാന്റി കൊണ്ടൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിക്കാം. എല്ലാം കൂടെ ത്രിവയായി. 10,500 ആയാലടി. ചേട്ടാ ഒട്ടൊക്കെ എത്രയായി? 1000 ആയുള്ളൂ. സിമ്പിൾ. 1000 രൂപയാ? അപ്പൊ നീ പറവൂരിന്ന് ഓട്ടോ വിളിച്ചോണ്ടാണോ വന്നേ? പിന്നെ ഞാനിത് തലയിൽ വെച്ചോണ്ട് പറവൂരിന്ന് ഇങ്ങോട്ട് വരൂ. എന്താടി ഇത്? ഓട്ടോയ്ക്ക് 1000 രൂപ. അപ്പൊ എല്ലാം കൂടെ നോക്കിയാൽ നല്ല ലാഭം തന്നെ. അല്ല, അമ്മ ഇത് അങ്ങോട്ട് പറഞ്ഞതാ? ഞാൻ കളമശ്ശേരി വരെ പോകും. കളമശ്ശേരിക്കാ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ചേട്ടാ പോകുന്ന വഴിക്ക് കളമശ്ശേരിയിൽ അമ്മേനൊന്ന് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ? അത് വേണ്ട സിദ്ധു, ഞാൻ ബസ്സിൽ പൊക്കോളാം. എന്തിനാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ ബസ്സിൽ കയറി പോകുന്നത്? ഓട്ടോ കിടക്കുമല്ലേ. ചേട്ടാ 1500 രൂപയുണ്ട്, ബാക്കി ചേട്ടൻ വെച്ചോ. കയറിക്കോ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാം മേ. ഇത് പോയിട്ട് വരാം. ഓക്കെ മേ. ബൈ. കനേന്റെ അടുത്ത് പോയി പറയാം പായസത്തിന്റെ കാര്യം. പോയി അവൻ കോളേജിലേക്കാന്ന് പറഞ്ഞാ പോയത്. കോളേജിൽ പോയോ? ഞാൻ എന്തെങ്കിലും ബൈക്കിനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കണ്ട, അതിപ്പോ തീർന്നു കാണും. അവൻ തീർക്കട്ടെ, അവൻ കൊച്ചു പയ്യനല്ലേ, അടിച്ച് പൊളിക്കട്ടെ. അടിച്ചു പൊളി കുറച്ച് കൂടുതലാ. വണ്ടിയിൽ പെട്രോൾ ഉണ്ടെങ്കിൽ പിന്നെ ചെറുക്കനുണ്ടല്ലോ ഇവിടെ മൊത്തം കിടന്നങ്ങ് കറങ്ങി നടക്കും. കറങ്ങട്ടെ. എന്നാലും സിദ്ധുവേ, ഓ ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും കാശൊക്കെ കൊടുത്ത് ഇത്രയും സാധനങ്ങൾ മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കാര്യമുണ്ട്. അല്ല, ആ കാശിന് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യായിരുന്നു? വേറെ എന്ത് ചെയ്യാനടി? സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണ്ടേ? വീട്ടു സാധനങ്ങളല്ലേ. യാത്രയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുട്ടപ്പനായി ഡ്രസ്സൊക്കെ മാറി ഫോൺ നോക്കി അങ്ങ് ഇരുന്നാ മതിയല്ലോ. എന്താ ലൈഫ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ മേടിച്ച സാധനം എല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി ടിന്നിട്ട് വെക്കാം. വെച്ചൂസം എന്നെ ഹെൽപ്പ് ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അമ്മുമ്മയും കനകാന്റി ഇതേ അടുക്കളയുടെ ഏരിയയിൽ പിന്നെ കാണാൻ പാടില്ല. പറ്റുമോ? ഞാൻ ചുമ്മാ ചൊറിയാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? യെസ്. നീ നിന്റെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ കടം കൊടുത്ത പൈസ എല്ലാം കൂടെ ചേർത്ത് ഒരു 6-7 ലക്ഷം രൂപ കാണൂലേ? 6-7 ലക്ഷം രൂപ കാണണം. ആ പൈസയൊക്കെ ഒരുമിച്ച് കിട്ടുമായിരുന്നെങ്കിലേ നമ്മൾ മേടിച്ച സ്ഥലത്ത് ആ ബേസ്മെന്റ് കെട്ടാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. അത് നടക്കത്തില്ലല്ലേ ചൂസേ. നമ്മൾ ഈ കൊടുത്ത പൈസയൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലും ഒരുമിച്ച് കിട്ടാൻ പോണില്ല. കിട്ടി വരുമ്പോ തന്നെ ലേറ്റ് ആവും. നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പം കുറച്ച് ബാങ്ക് ലോണും എടുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണവും പണയം വെച്ചിട്ട് നമുക്ക് വീട് പണി സെറ്റ് ആയിട്ട് തീർക്കാം. നല്ലൊരു ഐഡിയ ആണ്. മോനെ, മോൻ മേടിച്ചോണ്ടുവന്ന സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളാ. പക്ഷേ അത്രയും മേടിച്ചോണ്ട് വരണ്ടായിരുന്നു. നല്ല സാധനങ്ങളല്ലേ? എന്റെ കൂട്ടുകാരുടെ സൂപ്പർ മാർക്കറ്റ് കേട്ടോ. നമുക്ക് ഇനി എല്ലാ പ്രാവശ്യം അവിടെ സാധനം എടുക്കാം. അത് മതി. പിന്നല്ല, എന്റെ അമ്മൂമ്മ പറൂരിന്ന് വണ്ടി വിളിച്ച് സാധനം ഇവിടെ വരെ എത്തിച്ചതിന് എന്നെ ഇപ്പൊ 1000 രൂപയായി. അയ്യോ, എന്നാ വേണ്ട. അതിനിപ്പോ എന്താ? നോ വറീസ്. അത് വേണ്ട. പിന്നെ പടവലത്ത് പോകുമ്പോഴേ കുറച്ച് പച്ചക്കറിയും തേങ്ങായും ഒക്കെ എടുത്തോണ്ട് വരണം. പിന്നെ അവിടെ കൊല വിളഞ്ഞ് നിൽക്കുവാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3-4 എണ്ണം വെട്ടിക്കൊണ്ട് വരണം. ബാക്കി നമുക്ക് അവിടെ കൊടുത്ത് കാശ് മേടിക്കാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം അമ്മൂമ്മ.
നോക്കേ ഒരു വണ്ടി എടുത്തൊരു ട്രിപ്പ് തന്നെ അങ്ങോട്ട് പ്ലാൻ ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ കേശു നോക്കിക്കോളും. ഇവിടുന്ന് വണ്ടിയും വിളിച്ച് പടവലത്ത് പോയി അവിടുന്ന് സാധനം എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും തന്നെ ഒരു 3000-4000 രൂപയാവും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ അവിടെ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോ ചേട്ടൻ ഉണ്ടല്ലോ, ആ ചേട്ടനെ വിളിച്ച് സാധനങ്ങൾ ഇവിടെ എത്തിക്കുവാണെങ്കിൽ 300-400 കാര്യം കഴിയും. സിധു നാരങ്ങ വെള്ളം. താങ്ക് യു ആന്റി. ആന്റിയുടെ സ്പെഷ്യൽ പൊടിക്കൈയൊക്കെ കാണുമല്ലോ. ஆமா சித்து நீ வாங்கிட்டு வந்த பொருள் எல்லாம் இருக்குல்ல அதுல எல்லாமே இருக்கு ஆனா வெளிச்செண்ணெய் மட்டும் இல்ல. വെളിച്ചെണ്ണ മാത്രമല്ലേ ഇല്ലാവുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 5 ലിറ്റർ വാങ്ങി സ്റ്റോക്ക് ചെയ്തേക്കാം. 5 ലിറ്റർ വെളിച്ചെണ്ണയാ? അല്ല, സാധനങ്ങൾ മേടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ വലിച്ചു വാരി ഉപയോഗിക്കാതിരുന്നാ മതി. ഉപയോഗിക്കുന്ന ഇവിടെ ഉള്ളവർക്ക് വേണ്ടി തന്നെയാ. ഓ, നീ പറഞ്ഞതിന്റെ പൊരുളൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനേ പടവലത്ത് ഇഷ്ടം പോലെ വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാ, പക്ഷെ ഇവിടെ ഞാൻ ചുരുക്കിയാ ഉപയോഗിക്കുന്നത്. അമ്മൂമ്മ ലെച്ചൂസി ഉമ്മ വായത്തോന്നൊക്കെ വിളിച്ചു പറയുന്നത് അമ്മൂമ്മ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞൊന്നുമല്ല, ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞതേ ഉള്ളൂ. ആഹാ, എന്റെ സിസ്റ്റർ വിളിക്കുന്നുണ്ടല്ലോ, എന്റെ നാത്തൂൻ. പറയടി. ആ, ഞാൻ ഇവിടെ പാറവട വീട്ടില്. എന്താ എന്നിട്ട്? ഓ അല്ല, കറക്റ്റ് കാര്യം പറഞ്ഞേ. ആ കോള് കണ്ടിട്ട് എന്തോ ആവശ്യം പറഞ്ഞുള്ള വിളിയാണല്ലോ. என்ன லெச்சு இது? அவனுக்கு ஒரு தங்க தானே இருக்கு. அவ எதா இருந்ததுன்னா அவன்கிட்ட தானே சொல்லுவான். அதுக்கு இப்படி எல்லாம் சொல்லலாமா? ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അനിയത്തെ വിളിക്കുന്നതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്, പക്ഷെ ഇതെന്തോ ആവശ്യം പറഞ്ഞാണ് വിളിക്കുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നാരങ്ങളെ ബാക്കി ഇരിപ്പുണ്ടോ? இருக்கு, எடுத்துட்டு வரட்டா? എന്താ എന്താ? അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താന്ന്. അതെ, ചോനറത്തല ഭവാനി. ചോനർത്തല ഭവാനിക്ക് എന്താ? എന്റെ കെട്ടിയോ മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മര്യാദയ്ക്ക് സൂക്ഷിച്ചു പോയിച്ചോളൂ. സൗകര്യമില്ലടി. ഓ ഓ, എവരുടെ ഭർത്താവ് ഏതാണ്ടൊരു സാധനം കുറച്ച് മേടിച്ചോണ്ട് തന്നപ്പോഴത്തേന് അയ്യോ അത് ഉപയോഗിക്കരുതേ ഇത് ഉപയോഗിക്കരുതേ. എന്റെ മൂപ്പീന്നേ എനിക്ക് ഇഷ്ടം പോലെ സാധനങ്ങളോട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ അത് ഉപയോഗിച്ച് തന്നെ ഇവിടം വരെ എത്തിയത്. നീ ചോനർത്തല ഭവാനി ഉപയോഗിക്കാൻ പഠിപ്പിക്കല്ലേ കേട്ടോ. കൂടുതൽ വിഷം കെട്ട് കാണിച്ചാലേ ഞാൻ എന്റെ പാട്ടിനിറങ്ങി പോകും. പോണോ? അന്ന മര്യാദക്ക് മിണ്ടായിരുന്നാണ്. എന്റെ സൗകര്യം പോലെ ഞാൻ ഉപയോഗിക്കും. ഉപയോഗിച്ചു. ആ, മിണ്ടരുത് കേട്ടോ. അവൻ ഇവിടെ ഉള്ളോണ്ടാ ഞാൻ ഒന്നും മിണ്ടാത്ത കേട്ടോ. അയ്യോ, അല്ലെങ്കിൽ മിണ്ടാത്ത ഒരാള്. ആ, അല്ലെങ്കിൽ ഞാൻ മിണ്ടിയേനെ. അടുത്ത ജന്മത്തില് വേണ്ട ഓടെ. அம்மா இதெல்லாம் போட்டு முடியலையா? ഇല്ലെന്നേ. വേണ്ട, ഇതുപോലുള്ള ഓരോന്നും 6 പാക്കറ്റ് വീതം മേടിച്ചോണ്ട് വന്നത്. ഇതെല്ലാം ഇട്ട് തീരണ്ടേ? ஆமா ஆமா அம்மா, இவ்வளோ பொருள் இருந்தாலும் ரொம்ப பார்த்து யூஸ் பண்ணுங்க. என்னம்மா இப்படி முறைச்சு பாக்குறீங்க? ஐயோ, நான் சொல்லலம்மா, லெச்சு சொன்னது நான் சொன்னேன், அவ்வளவுதான். അപ്പൊ നീ പറഞ്ഞു വരുന്നത്? ஐயோ, എന്തുവാ കൊച്ചേ ഇത്? എന്തോ പറ്റിയ അമ്മമ്മ? ഒന്നുമില്ല കുഞ്ഞുങ്ങളെ. അല്ല, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നത്? நான் பயந்துட்டேன், நீங்க அடிக்க வரீங்கன்னு நினைச்சேன். ഞാൻ നിന്നെ എപ്പോഴെങ്കിലും അടിച്ചിട്ടുണ്ടോ? இது வரைக்கும் அடிச்சதில்ல, இனிமே அடிக்கலாம்ல? അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ? இல்ல, ആ പിന്നെന്താ? சொன்னேன், அவ்வளவுதான். എന്താണ് എന്താണ് ഇവിടെ ഒരു ബഹളം? ആ, നീ എപ്പോ വന്നു? ഗൗരിയമ്മായി എനിക്ക് മുട്ട മേടിച്ചിട്ടുണ്ടോ? ആഹാ, കൊള്ളാലോ. ഇത്രയും നാളിത് പാറുവിന്റെ ചോദ്യമായിരുന്നു, ഇപ്പൊ നീയും തുടങ്ങിയാ? മിഠായി മേടിച്ചിട്ട് വന്നിട്ടോ ഇല്ലയോ? മേടിച്ചില്ല മിഠായി. എന്നാ കൂടുതൽ വർത്താനം പറയണ്ട. ഒരു ഉപകാരവും ഇല്ലാത്ത അമ്മമ്മ. ആഹാ, കല്ലുവേ. എന്തോ വല്ലോന്ന്? മിഠായി അമ്മ പിന്നെ മേടിച്ചോണ്ട് വരാമേ. ഓ, ആയിക്കോട്ടെ. അമ്മ, ലച്ചു, ഞാനും എന്റെ കളമശ്ശേരിയിലുള്ള ഫ്രണ്ടും ആയിട്ട് ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ஆஹா, ரொம்ப சூப்பர், அடிபொலி. എന്തോന്ന് അടിപൊളി? എന്തുവാന്ന് പറഞ്ഞില്ല, എപ്പോഴാ തുടങ്ങുന്നതെന്ന് പറഞ്ഞില്ല, ഉടനെ അടിപൊളി. എന്ത് ബിസിനസ് അമ്മായി? ഒരു വെറൈറ്റി സാരിയുടെ ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കണം. ലച്ചേ, എടി നീ എന്തോന്നും പറയാത്തെ? എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന? ഒന്നും ഇല്ലാതൊന്നുമല്ല, എന്തോ ആലോചിച്ചോണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലമ്മായി ഒന്നുമില്ലാന്ന്. അച്ഛനമ്മയും പിണങ്ങി കാണും. എന്താ അരുവച്ചേ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അച്ഛനും അമ്മയും പിണങ്ങി കാണും.
லெச்சு என்னடா பிரச்சனை? പ്രശ്നമൊന്നുമില്ല ആന്റി. നേരത്തെ സിദ്ധുവിന്റെ പെങ്ങള് വിളിച്ചില്ലേ, അതെന്തിനാന്നറിയോ? 1 ലക്ഷം രൂപ കടം ചോദിച്ചുള്ള വിളിയായിരുന്നു അത്. അതെന്തിനവർക്ക് പൈസ? അവർക്ക് മംഗലാപുരത്ത് കടയൊക്കെ ഉള്ളതല്ലേ. അവർക്ക് കടയൊക്കെ ഉണ്ട്. ഇത് വേറെ ഏതോ ഒരു കടയും കൂടെ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. കൊടുക്ക്, അവർക്ക് ഉപകാരമാവുമല്ലോ. കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനു മുന്നേ ഇതേപോലെ കടയിൽ എന്തോ ഒരു സ്റ്റോക്ക് എടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ കാശ് ഇന്നേ വരെ കൊടുത്തിട്ടില്ല. ഇപ്പൊ 1 ലക്ഷം രൂപയും കൂടെ കൊടുക്കുവാണെങ്കിൽ ഈ പൈസ ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ തരാമെന്നാണ് പറഞ്ഞത്. സിദ്ധു ആണെങ്കിൽ കണ്ണും പൂട്ടി ഓക്കെയും പറഞ്ഞു. പിന്നെ ആങ്ങളെയും പെങ്ങളും അല്ലേ, അവരുടെ കാര്യത്തിൽ ഞാനെന്തിനാ ഇടപെടണേ? അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചോദിക്കാനും പറയാൻ നിന്നൊന്നുമില്ല. അങ്ങനെ ഇടപെടാതിരിക്കൊന്നും വേണ്ട, ചില കാര്യത്തിലൊക്കെ നമ്മൾ ഇടപെടണം. ഇങ്ങനെ പോവാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട വരും. ലച്ചു ഇപ്പം ഭയങ്കര ഒരു ഭാര്യ അമ്മയായിട്ട് മാറിയിട്ടുണ്ടല്ലേ. ഇത് ചുമ്മാ പറയുന്നയാ, നമ്മ എടുത്ത് മാത്രമേ ഉള്ളൂ ഈ ഷോ. അടിപൊളി, വൻ പരിപാടിയാണല്ലോ സെറ്റ് ചെയ്തേക്കുന്നത്. ബാംഗ്ലൂർ ഫാം ഹൗസ് സെറ്റപ്പ് കൊള്ളാം. അയ്യോ ചേട്ടാ നിർബന്ധിക്കല്ലേ പ്ലീസ്. ഒരാഴ്ചത്തെ പരിപാടിക്ക് ഞാൻ ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആകെ വള്ളിയാവും. അല്ല പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ഷെയർ 5000 രൂപ ഞാൻ അയച്ചു തന്നേക്കാം. നിങ്ങൾ പോയി അടിച്ചു വിളിക്കുക, എനിക്ക് എന്നിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അയച്ചു തന്നാൽ മതി. ഞാൻ അത് കണ്ട് ആസ്വദിച്ചു. ഓക്കെ ചേട്ടാ, ശരി. ആരാ വിളിച്ച? ഇതേ നമ്മുടെ കുഴിപ്പളത്തുള്ള ടീംസാ. അവരെല്ലാം കൂടെ ബാംഗ്ലൂരുള്ള ഫാം ഹൗസിലേക്ക് ട്രിപ്പ് പോകുന്നു. ആ ഒരാഴ്ചത്തെ പരിപാടി ഇപ്പൊ 1-2 ദിവസമാണ് ഞാനും പോയാനെ. പോവാൻ പറ്റാത്തതിന് നല്ല സങ്കടമുണ്ടല്ലേ? സങ്കടമായിട്ടൊന്നുമില്ല, എന്നാലും ഒരു മിസ്സിങ്. അതിന്റെ ഇടയിലേ ഞാൻ ഒരു 5000 രൂപയുടെ കണക്ക് കേട്ടല്ലോ, അതെന്താ? ആ അവര് പോകുന്നതിന്റെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്റെ ഷെയർ. അതിന് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ നീ പോകുന്നില്ലല്ലോ. ഞാനോ പോകുന്നില്ല, അവരടിച്ച് പൊളിക്കട്ടെ. എന്റെ അമ്മ ഇതൊക്കെ എവിടെന്നാ വരുന്നേ? അച്ഛേ ഒന്നുമില്ലേ? പിന്നെ ഓടി വന്ന എന്തിനാ? ഗൗരിയമ്മായി പോയപ്പോഴേ മിഠായി മേടിച്ചോണ്ട് വന്നില്ല. ആ ഗൗരി അമ്മൂമ്മ മിഠായി മേടിച്ചോണ്ട് വന്നില്ല. മിഠായി അധികം കഴിക്കണ്ട കേട്ടോ, പല്ല് മൊത്തം പോവും. എനിക്ക് വേണം. മിഠായി വേണോ? അല്ലെ നിനക്ക് വേണോ? കൊറേ മിഠായി വേണം. ഇത്രയും സിപ്പപ്പ്, ഇത്രയും മിഠായി. ഓക്കേ. കേശുവിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ പോന്നു? എവിടെ എടാ വീട്ടിലേക്ക് വരുമ്പോഴേ സിപ്പപ്പ് അല്ലേ, കൊറേ സിപ്പപ്പ് വാങ്ങിച്ചോട്ടോ. പിന്നെ ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, പിന്നെ ചിക്കൻ ഫ്രൈയും അതിന്റെ കൂടെ കഴിക്കാൻ കുറെ സാധനങ്ങളും എല്ലാം മേടിച്ചു. ഞാനിപ്പോ 1000 രൂപ അയച്ചേക്കാം. ഓക്കേടാ. നമുക്ക് അമ്മായിയോട് പോയി പറയാം. സൂക്ഷിച്ച്. പിള്ളേര് പറഞ്ഞു തീർന്നില്ല. അതിനെ മുന്നേ സിപ്പപ്പായി, ഐസ്ക്രീമായി, കേക്കായി, ചോക്ലേറ്റായി, ചിക്കൻ ഫ്രൈ ആയി. എന്താണത്? അവരുടെ ഹാപ്പിനെസ് അല്ലേടോ നമ്മുടെ ഹാപ്പിനെസ്. ഹാപ്പിനെസിന് കുഴപ്പമൊന്നുമില്ല. ആ അമ്മൂമ്മയും കനകാന്റി രാവിലെ തൊട്ട് ഓരോ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കും. അതൊക്കെ ആര് കഴിക്കും? എടാ എപ്പോഴും വീട്ടിൽ നിന്നല്ലേ ഇവര് കഴിക്കുന്നത്, ഇടയ്ക്കൊക്കെ പുറത്തുനിന്നൊക്കെ കഴിക്കട്ടെ. അതൊക്കെ അല്ലേ ഒരു ഫൺ അല്ലേ? എനിക്ക് വലിയ ഫണ്ണായിട്ട് തോന്നുന്നില്ല. പിന്നെ സിദ്ധു നിന്നെ ബാഡ് ആക്കാൻ വേണ്ടി ഞാൻ പറയണതല്ല, കുറച്ച് പൈസ ഒക്കെ ചെലവാക്കുന്നതിന് കുറച്ച് കൺട്രോളൊക്കെ ആവാം കേട്ടോ. എന്റെ ലച്ചു പൈസ ഉള്ളപ്പോഴല്ലേ ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ശരിയാണ്, പൈസ ഉള്ളപ്പോഴേ ചെലവാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിന്റെ ഒരു ദിവസത്തെ മിനിമം ചെലവെന്ന് പറയുന്നത് 5000 രൂപയെങ്കിലും ആവുന്നുണ്ട്. അതാണ് പ്രശ്നം. എന്തുക്കൂ എന്റെ സിദ്ധു, നീ പൈസ ചെലവാക്കുന്നതിനെ പറ്റി കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ. എന്റെ സിദ്ധു നിന്നെ ബാഡ് ആക്കാൻ വേണ്ടി പറയണതല്ല. നിന്റെ ഒരു ദിവസത്തെ മിനിമം ചെലവ് അറ്റ്ലീസ്റ്റ് 5000 രൂപയെങ്കിലും വരുന്നുണ്ട്. 5000 രൂപ ഒന്നും വരുന്നൊന്നുമില്ല. പിന്നെ 5000 രൂപ ഞാൻ കണക്ക് പറയാൻ തുടങ്ങട്ടെ. കേട്ടെ. പറൂര് പോയി സാധനം മേടിച്ചതിന് എത്ര രൂപ? 3500 രൂപ. 3500 രൂപ. അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വന്നേനോ? 1000 രൂപ. അപ്പൊ തന്നെ എത്രയായി? 4500. 4500. അത് ഇനി കേശുവിന് ഇപ്പൊ എത്ര രൂപ അയച്ചു കൊടുത്ത്? 1000 രൂപ. 1000 രൂപ. കൂട്ടുകാർക്ക് എത്ര അയച്ചു കൊടുക്കും? 5000 രൂപ കൊടുത്തു. അപ്പൊ കൊടുക്കും. അപ്പൊ ഒരു ദിവസത്തെ ചെലവ് 10000-ന് മേളിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ഇപ്പൊ 10000.
അത് 2-3 ദിവസം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അത് 30,000 ആവും, 40,000 ആവും, 50,000 ആവും. 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് 3-3.5 ലക്ഷം 4 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് സിദ്ധു. എന്റെ പൊന്നു ലക്ഷ്യം ഒന്ന് നിർത്തിക്കേ. ദുബായിലാണെങ്കിൽ നീ ഇതേപോലെ ഫോണിൽ കൂടെ വിളിച്ച് ഓരോ കണക്കുകൾ പറയും. നാട്ടിൽ വന്നു കഴിഞ്ഞാലും കണക്ക്. ഇതെന്താ മൊത്തം കണക്കാണല്ലോ, നീ ഇത് എപ്പം നിർത്തും? ഇതെന്റെ ഈ കണക്ക് കുറച്ച് ജീവിതാവസാനം വരെ ഉണ്ടാവും. സിദ്ധു വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല. നമുക്കെന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കേണ്ട വരും. അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് സൂക്ഷിച്ച് ചെലവാക്കുക. ലക്ഷ്യം ഒന്ന് നിർത്തിക്കേ, എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തരും. പറഞ്ഞു വിടാൻ നോക്കുവാണല്ലേ. കട്ടൻ ചായയൊക്കെ ഇട്ട് തരാം. പൈസ ഒന്ന് കുറച്ച് സൂക്ഷിച്ച് ചെലവാക്കിയാൽ മതി. വേറെ ഒന്നും പറയാനൊന്നുമില്ല. നീ മൊത്തത്തിൽ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി, അപ്പൊ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിക്കോളും. ഞാൻ കൺട്രോൾ ചെയ്യാത്തതിന്റെ കുഴപ്പം ഇനി. എന്നാലേ നമുക്ക് കുഴിപ്പള്ളത്ത് പോയി നിൽക്കാം. അപ്പൊ തന്നെ അവിടെ പകുതി എക്സ്പെൻസ് നമ്മുടെ കുറഞ്ഞു കിട്ടും. കുഴിപ്പളത്ത് പോയിരുന്ന ശരിയാവത്തില്ലടി. ഇവിടെ അല്ലേ അളിയനും പിള്ളേരും ഒക്കെ ഉള്ളത്. ഇവിടെയാണ് മൊത്തത്തിൽ ഒരു വൈബ്. വൈബ് നോക്കിയിരുന്നാലേ നിന്റെ പോക്കറ്റ് കാലിയാവും. ഓക്കെ ലജൂസേ, നീ നോക്കിച്ചോ. ഇനി പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ ഞാൻ കൺട്രോൾ ചെയ്തോളാം. ഉറപ്പാണോ? ഉറപ്പ്. അളിയൻ 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 പറടാ, എവിടെ? വലുതോ? ഒന്നും നോക്കണ്ട, എടുത്തോ. ഞാൻ ഇപ്പൊ തന്നെ 2,000 രൂപ അയച്ചു തന്നേക്കാം. ഓക്കേടാ അളിയ. ലജൂസേ, കേശുളിയൻ വരുന്ന വഴിക്ക് വിൽക്കാനിട്ടിരിക്കുന്ന ഞണ്ടുകളെ കണ്ടു. മഡ്ക്രാൻ ഞാൻ എടുത്തോളാൻ പറഞ്ഞു. 2,000 രൂപയല്ലേ ഉള്ളൂ, നിസ്സാരം. ഞാനേ കനകാന്റിന്റെ അടുത്ത് പോയിട്ട് സ്പെഷ്യൽ മിക്സുകളൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞു തരാം. ഓക്കെ? മറ്റന്നാളത്തെ ആവശ്യമോ? മറ്റന്നാളത്തെ ആവശ്യം ഞാൻ നാളെ മതിയോ നിനക്ക് പൈസ? ആ എടാ, ഇന്ന് എൻ്റെ കയ്യിലില്ല. എൻ്റെ ഫ്രണ്ട് ചോദിച്ചപ്പോഴേ ഞാൻ എടുത്ത് കൊടുത്ത്. അവൾക്ക് എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. എടേ ഇല്ലടേ, ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ ഉറപ്പായിട്ട് നാളെ ഒപ്പിച്ച് തരാം നിനക്ക്. ആ ഉറപ്പ്. ശരി ഓക്കെ. ആരാ ഫോണില്? ശിവ, അവക്കൊരു 3,000 രൂപ ആവശ്യം ഉണ്ടെന്ന്. ഇപ്പൊ എന്റെ കയ്യിലില്ല. അപ്പൊ നാളെ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊടുക്കാന്ന് ഇങ്ങനെ പറയായിരുന്നു. 3,000 രൂപ ആവശ്യമുള്ളോ? അതിനാണ് ഈ ടെൻഷൻ. അതിപ്പോ ഞാൻ സിറ്റിയല്ലേ. എന്താ മായി, എന്താ പൈസയുടെ കാര്യമൊക്കെ പറയുന്നേട്ടെ? അത് ശിവ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശിവയ്ക്ക് ഒരു 3,000 രൂപ ആവശ്യം ഉണ്ടെന്ന്. മറ്റന്നാത്തെ ആവശ്യമാണ്. അപ്പൊ ഞാൻ നാളെ എങ്ങനെയെങ്കിലും അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എന്റെ ഇപ്പൊ ഫണ്ടില്ല. എന്നിട്ട് ഇവൻ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മാരുടെ അടുത്ത് പറയുമായിരുന്നേ, നമ്മൾ എന്തിനാന്നൊക്കെ അറിയാതെ പൈസ അയച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല, നമ്മൾ ചോദിക്കുമ്പോ പൈസ കൊടുത്തു കഴിഞ്ഞാലേ പൈസക്കൊന്നും ഒരു വിലയില്ല നമുക്കാവും. അല്ല ലച്ചു? അല്ലേ മോനെ? അല്ലേ മായി? ആണ്, അതങ്ങനെ. ശിവാൻ ചേച്ചിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ചെലവാ. ഇങ്ങനെ എല്ലാരും ചെലവാക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ എന്റെ പഠിത്തത്തിന്റെ കാര്യം ആകുമ്പോഴത്തേക്ക് പൈസ ഇല്ലാതാവും. അയ്യോ, അങ്ങനെ ഒന്നും വരത്തില്ല. അമ്മൂമ്മയാണെങ്കിലേ എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ ഒരു തുക പോസ്റ്റ് ഓഫീസിൽ ഇടുന്നുണ്ട്. അപ്പൊ കുഞ്ഞിന് 18 വയസ്സാവുമ്പോഴത്തേന് ആ പൈസ കിട്ടും. അപ്പൊ കുഞ്ഞിന്റെ കാര്യത്തിനെല്ലാം ആവും. അപ്പൊ എന്റെയോ? അപ്പൊ എന്റെ പേര് പൈസ ഒന്നുമില്ല അമ്മൂമ്മേ? പിന്നെ ഇവിടെ ഉള്ളത് മൊത്തം മക്കൾക്കല്ലയോ. അത് മാത്രമല്ല, അമ്മൂമ്മ ചായപാത്രത്തിനകത്തിട്ട് അടച്ചേ ഒത്തിരി പൈസ വെച്ചിട്ടുണ്ട്. അപ്പൊ ചായ കഴിക്കുമ്പോ കിട്ടുവോ? കിട്ടും. എന്റെ പൊന്നു കല്ലു, ഇതൊക്കെ ഉണ്ടല്ലോ വെറും പാഴ്വാക്കുകളാണ്. നിന്റെ അമ്മയും ഈ നിൽക്കുന്ന പാറക്കുഞ്ഞമ്മയും നിന്റെ മാമനും ശിവകുഞ്ഞമ്മയൊക്കെ ഉണ്ടല്ലോ കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വത്തിന്റെ അവകാശികളാണ്. ആണോ? ആണ്. പക്ഷെ അതൊന്നും അത് അമ്മൂമ്മയോട് ചോദിക്ക്. എന്തെങ്കിലും എഴുതി തന്നാലല്ലേ അമ്മ കോടീശ്വരി ആവത്തുള്ളൂ. ആണോ അമ്മൂമ്മേ? അല്ല മോളെ, നിന്റെ അമ്മ വെറുതെ പറയുക. നീ എനിക്കിട്ട് വെച്ചതാന്ന് മനസ്സിലായി. ഞാനേ എന്താണേലും ശിവാനെ ഒന്ന് വിളിക്കാം. എന്താ ആവശ്യം എന്നറിയാലോ. ആ ശിവ മോളെ ക്ലാസ്സിലാ? ഇല്ല, വേറൊന്നല്ലേ വിളിച്ചേ. അമ്മായി പറഞ്ഞായിരുന്നു ശിവാനിക്ക് എന്തോ പൈസയുടെ ആവശ്യമുണ്ടെന്ന്. അപ്പം അതൊന്ന് എന്തിനാന്ന് അറിയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. ഓ അതായിരുന്നല്ലേ. ആ. ഓക്കെ. ഞാൻ വിളിക്കാം. ഞാൻ ഫോൺ വിളിക്കാം. ശരി. എന്താണ് ആവശ്യം? ശിവാനിയുടെ കോളേജിലെ ആർട്സ് ഫെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ചേർന്ന് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2,000 രൂപ ആവശ്യമുള്ളൂ. അമ്മയുടെ അടുത്ത് 3,000 എന്ന് പറഞ്ഞാലേ 2,000 കിട്ടുള്ളൂ എന്ന് ഓർത്തിട്ടാണ് അമ്മയുടെ അടുത്ത് 3,000 എന്ന് പറഞ്ഞത്. 2,000 രൂപ ആവശ്യമുള്ളൂ. ആർട്ട് ഫെസ്റ്റിവൽ ആണല്ലേ? ആർട്സ് ഫെസ്റ്റിവൽ. ഞാൻ വരാമേ. சித்து, இந்த சிவாக்கு விதேசத்துல போய் படிக்கணும் தான் ரொம்ப ஆசையா இருந்தது. ஆனா இங்க சென்னையில போய் படிக்க ஆரம்பிச்ச உடனே இங்க வந்தா போதும்னு ஆச்சு.
ആ ഇക്കരെ നിൽക്കുമ്പോഴേ അക്കരെ പച്ച ഉണ്ടെന്ന് തോന്നും. നിനക്ക് അടുക്കള പണിയൊന്നുമില്ലേ? അടുപ്പയിലിരുന്ന് നോക്കിയായിരുന്നോ നീ? ஐயோ அம்மா நான் அது மறந்துட்டேன். அது அடி பிடிச்சிருக்கும் இப்போ. அச்சோ. ஐயோ. വാലു നമുക്ക് അടിക്ക് പിടിച്ചത് പോയി നോക്കാം. പാവം കനകം ഏത് സമയം അടുക്കളയിലന്നേ എത്ര പറഞ്ഞാലും കേക്കത്തില്ല. നമ്മുടെ ആഹാര കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാ. എന്നാ അതൊട്ട് കഴിക്കോ? അതുമില്ല. ഞാനേ അമ്മമ്മയുടെ അടുത്ത് എപ്പോഴും ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്ന, ഈ കനകാന്റിക്ക് മാസാമാസം എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഏയ് ഒന്നുമില്ല. അങ്ങനെ കൊടുത്താലൊട്ട് മേടിക്കത്തുമില്ലെന്നേ. പിന്നെ മധുരയിലോട്ട് പോവല്ലോ അപ്പനെ കാണാനായിട്ട്. പോകുന്ന സമയത്ത് നമ്മളെല്ലാരും കൂടെ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കും. അത്രേ ഉള്ളല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കനകാന്റിക്ക് മാസാമാസം ഒരു 20,000 വെച്ച് കൊടുത്താലോ? അല്ലെങ്കിൽ വേണ്ടല്ലേ? കനകാന്റിക്ക് ഒരു ഫീല് വരും, നമ്മുടെ ഫാമിലി മെമ്പർ അല്ല എന്നൊക്കെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബാഡ് ഫീൽ ആവും. അല്ലേ ലച്ചു? അങ്ങനെ നമുക്ക് നേരത്തെ പോലെ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ അതെ അതെ. എന്നാലേ ഞാൻ അങ്ങ് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അടുക്കി പിടിച്ചത് നോക്കട്ടെ. ഈ അടുക്കി അടിച്ചത് കാണാൻ ഇത്ര ആൾക്കാർ പോകണം എന്തിനാ? അത് പോണം. അത്ര വലിയ സംഭവമാണോ? ആ അടുക്കി പിടിച്ചാ പിടിച്ചു. ബെസ്റ്റ്. പിന്നും പട്ടിണി. ലച്ചൂസേ, നീ പറഞ്ഞപ്പോഴും ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. നമ്മുടെ ഫാമിലി ഒന്ന് മുന്നോട്ട് പോകാൻ എന്തോരം എക്സ്പെൻസസ് അല്ലേ? പാല്, പച്ചക്കറി, സ്റ്റേഷനറി, ഇത് കൂടാതെ പത്രത്തിന്റെ എക്സ്പെൻസ്, പെട്രോളിന്റെ എക്സ്പെൻസ്, വേറെ കുറെ എക്സ്പെൻസ് നമ്മൾ മൊത്തത്തിലേ ഒന്ന് കൺട്രോൾ ചെയ്യണം അല്ലേ? അതെ അതെ. അതുപോലെ ഞാൻ എപ്പോഴും ചിന്തിക്കും, ലച്ചൂസ് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്, ഈ ചെലവിന്റെ പരിപാടിയൊക്കെ? അതിന് ഞാൻ ഒറ്റയ്ക്കല്ല നോക്കുന്നേ. അമ്മായി സപ്പോർട്ട് ചെയ്യും, അമ്മൂമ്മ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയല്ലേ പോണത്. എന്നാലുവേ ഒരുപാട് പൈസ നഷ്ടാവുന്നുണ്ട്. ലച്ചൂസേ, നീ ശ്രദ്ധിക്കണം, ഞാനും ശ്രദ്ധിക്കാം. എന്റെ സിധു അതല്ലേ ഞാൻ രാവിലോട്ട് പറഞ്ഞോണ്ട് നടക്കുന്നേ. നമ്മുടെ ചെലവൊക്കെ കുറച്ചാ കൊള്ളാം. സംഭവം എനിക്ക് മനസ്സിലായി, ഇപ്പഴാ പിടികിട്ടി. എനിക്ക് മനസ്സിലായി, നിനക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ നീ അപ്പൊ തന്നെ ശിവാനിക്ക് പൈസ അയച്ചു കൊടുക്കൂലായിരുന്നു. സിദ്ധുവേ, ഓ, നീ എനിക്ക് എന്തിനാണ് 5000 രൂപ അയച്ചു തന്നിട്ട് ശിവാനിക്ക് കൊടുക്ക്, എന്നിട്ട് നീ അയച്ചു തന്നാണെന്ന് പറയലെന്ന് പറഞ്ഞു? അതിപ്പോ തന്നെ വന്ന് പറയണായിരുന്നല്ലേ അമ്മായിക്ക്? അമ്മായിക്ക് ബേസിക് കോമൺ സെൻസ് ഇല്ല? അല്ല സിദ്ധുവേ, അവള് 3000 രൂപയല്ലേ ചോദിച്ചോളൂ, നീ എനിക്ക് എന്തിനാണ് 5000 രൂപ അയച്ചു തന്നത്? ഇനിയിപ്പൊ പറഞ്ഞാൽ എന്ത്, പറഞ്ഞില്ലെങ്കിൽ എന്തല്ലേ? എന്താ നീ ചെയ്യാ? ഞാൻ എന്താണിപ്പം, ഞാൻ ഈ പൈസ അവൾക്ക് അയച്ചു കൊടുക്കട്ടാ? 5000 രൂപ അയച്ചു കൊടുക്കട്ടാ? അയച്ചു കൊടുക്കമ്മായി, ഇവൻ അയച്ചു തന്നല്ലേ. അയച്ചു കൊടുത്തേക്ക്, ശിവാനിക്ക് വേറെ ആവശ്യങ്ങൾ കാണുമല്ലോ. അല്ല, നീ എന്തിനാ എനിക്ക് അയച്ചു തന്നത്? അയച്ചു കൊടുത്തേക്ക്, അത്രേ ഉള്ളൂ. സിദ്ധുവേ, ഓ, ഞാൻ അവിടെ വരെ പോയ ആ ഒരു ഗ്യാപ്പില് നീ 5000 രൂപ ചെലവാക്കിയല്ലേ? നമ്മുടെ പിള്ളേരല്ലേ ലച്ചൂസേ, അവരടിച്ച് പൊളിക്കട്ടെന്ന് അല്ലേ? ആ ആ 2000 ചോദിച്ചപ്പോ 5000 അയച്ചു കൊടുത്തല്ലേ? ഒന്ന് വന്നേ, ഒരു കാര്യം പറയാം. പിന്നെ സംസാരിക്കാം. കുറച്ച് കണക്ക് പറയാനാന്നേ, വാ. പിന്നെ സംസാരിക്കാൻ ലച്ചു, നമുക്ക് ഇപ്പൊ തന്നെ സംസാരിക്കാന്ന്. ലച്ചൂസേ, പിന്നെ സംസാരിക്കാം, വാടാ. സിദ്ധുവേ, നീ എനിക്ക് 5000 രൂപ അയച്ചു തന്നിട്ട് ശിവാനിക്ക് അയച്ചു കൊടുത്തിട്ട് നീ അയച്ചു തന്നാണെന്ന് പറയലെന്ന് എന്ത് പറഞ്ഞേ? ഒന്ന് പോയെ ഇവരെ കേട്ട അമ്മായി. ലച്ചൂസേ, ഇത് ഇനി ആവർത്തിക്കത്തില്ല, സത്യം സത്യം പറ്റിപ്പോയി.